അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു കുറിപ്പ് വാട്സപ്പിൽ കാണുകയുണ്ടായി. അപ്പൊ അതിന്റെ ഒരു നിജസ്ഥിതിയും അതോടൊപ്പം തന്നെ അതിന്റെ ശർഈയായ എന്താണ് അതിന്റെ അടിസ്ഥാനമെന്നുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ആ കുറിപ്പ് എഴുതിയതും ആ കുറിപ്പ് ഫോർവേഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വോയിസ് അയക്കുന്നത്. മറ്റന്നാൾ സഫറിൽ അവസാനത്തെ ബുധൻ ആയതുകൊണ്ട് ആപത്തുകൾ ഭൂമിയിലേക്ക് ഇറുന്ന ദിവസമാണ് എന്നും അന്ന് രാത്രിയും രാവിലെയും ചൊല്ലേണ്ട ദിക്ർ എന്ന് പറഞ്ഞ് ഖുർആൻ ആയത്തുകളും ചില ഹദീസുകളുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ചില എണ്ണങ്ങളും നിശ്ചയിച്ചുകൊണ്ട് ഒരു സുദീർഘമായൊരു പ്രാർത്ഥന, പിന്നെ സ്വലാത്തുൽ മുൻജിയ എന്ന് പറഞ്ഞൊരു ദുആഉം കണ്ടു. നമുക്കറിയാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആയത് മുതൽ 40ാമത്തെ വയസ്സ് മുതൽ മരണപ്പെടുന്ന 63ാമത്തെ വയസ്സ് റബീഉൽ അവൽ 12 തിങ്കളാഴ്ച ഒരു മുഹസമയം വരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതും പറഞ്ഞതും പഠിപ്പിച്ചതും അംഗീകരിച്ചതുമായ എല്ലാ സംഭവങ്ങളും നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും ഇസ്ലാമിക ചരിത്രങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നും ഇത്തരത്തിൽ സഫർ മാസത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ ഒരു വിപത്ത് ഇറങ്ങുമെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, ദുനിയാവില് ഹൈർ ഏതാണ് ഷെർ ഏതാണ് എന്നും ഏതെല്ലാം ദിവസങ്ങൾ ഹൈറുണ്ട് ഷെറുണ്ട് എന്നെല്ലാം കൃത്യമായി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരും. അതിൽ അള്ളാഹു ഇങ്ങനെ ഒരു ആയത്തിലൂടെയോ അല്ലെങ്കിൽ ആ ആയത്തിന്റെ വിശദീകരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഒരു ദിവസം നെഹസാണ്, ഈ ആപത്തുകളെ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന് പറയുമ്പോൾ അത് നെഹസായിട്ടാണ്, ദുശകുനം എന്നാണ് പറയാം. ഇസ്ലാമിൽ ഒരിക്കലും ദുശകുനമില്ല. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ ദിവസവും ഹൈറാണ്, അവർക്ക് എല്ലാ ദിവസവും പുണ്യകരമാണ്. നന്മ ചെയ്ത് പുണ്യം ചെയ്ത് പരലോകത്തേക്ക് അടുക്കാനും സ്വർഗത്തിലേക്ക് അടുക്കാനുള്ള മാർഗ്ഗമാണ്. അപ്പൊ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ പറയും അതിൽ ചൊല്ലുന്ന ദിക്റുകൾ അല്ലെങ്കിൽ ഖുർആൻ യാസീന്റെ ആയത്താണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമമാണ് എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിലോ രൂപത്തിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിട്ടില്ല. ഒന്ന്, സ്വഹാബത്തിനോട് അങ്ങനെ ചൊല്ലാൻ കൽപ്പിച്ചിട്ടില്ല. രണ്ട്, അല്ലെങ്കിൽ സ്വഹാബികൾ പ്രവാചകന്റെ മുന്നിൽ വെച്ച് അങ്ങനെ ചൊല്ലിയതായിട്ട് പ്രവാചകന് മൗനാനുവാദം നൽകിയതായിട്ടോ നമുക്ക് ഒരു രേഖയിലും തെളിയിക്കാൻ, ഇത് എഴുതിയതും ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പൊ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാന്റെ കലാമ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഹദീസിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില അറബി അക്ഷരങ്ങൾ കേൾക്കുമ്പോൾ അവര് നമ്മുടെ ഉസ്താദുമാർ അവർക്ക് നമ്മൾ നിർമ്മാണം കാണിച്ചിരുന്നവരാണ് എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് പാവപ്പെട്ട സാധുക്കളായ ആളുകൾ ഇത് ചൊല്ലുന്നത്. വല്ലാഹി അള്ളാഹുവാണ് നാളെ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടാൻ, നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ, നരകത്തിന് രക്ഷപ്പെടാൻ, ഈ ദുനിയാവിലെ എല്ലാ മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതായിരുന്നു നമ്മൾ ഓരോ ദിവസവും. ഇപ്പോ നമുക്കറിയാം, ഒരാൾ പ്രഭാതത്തിലായി കഴിഞ്ഞാൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അല്ലെങ്കിൽ ഒരാള് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് തുടങ്ങിയ സൂറത്തുകൾ ഓതി ശരീരത്ത് ഊതി തടവുക. അതുപോലെ തന്നെ ആ ആയത്തുകൾ ഓരോ നമസ്കാര ശേഷവും ആ സൂറത്ത് ഓതുക, ഉറങ്ങാൻ പോകുമ്പോൾ ഓടുക, ആയത്തുൽ കുർസി പാരായണം ചെയ്യുക, ആമന റസൂൽ ഓതുക. ഇങ്ങനെയെല്ലാം നമുക്ക് ഒരു മനുഷ്യന് എല്ലാ പിശാചിന്റെയും മറ്റെല്ലാ ഷർറുകളിലും അഭയം തേടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ദീനിനെ സ്നേഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. അതിന് മറിച്ച് നമ്മൾ സ്വയം ആലോചിച്ച് നമ്മുടെ ചിന്തയിൽ എടുത്തിരിഞ്ഞ് ചില ദിവസം അങ്ങനെയാണ്, ചില ദിവസം നൈസാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മതം പുതിയതായി ഉണ്ടാക്കാണ്. ശറഈൽ നമ്മൾ ശരീഅത്തിന്റെ പുതിയ ആൾക്ക് ഇങ്ങനെ അല്ലാഹു റസൂല് പഠിപ്പിക്കാത്ത ഒരു കാര്യം അത് എങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് അവകാശമല്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യം ഗൗരവത്തോടെ മനസ്സിലാക്കുക. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ സ്ത്രീ പുരുഷന്മാര്, ഇത്തരം ദുആ ദിക്റും ചൊല്ലി നമ്മൾ നരകത്തിലേക്ക് പോകരുത്. അതങ്ങനെ പറയുമ്പോൾ ദിക്റും ദുആ ഒക്കെ ചൊല്ലിയാൽ നരകത്തിലേക്ക് പോകുമോ എന്ന് ചോദിക്കും. നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ ദിക്ർ, ചൊല്ലിയ എണ്ണത്തിലും വണ്ണത്തിലും സമയത്തിലും ചൊല്ലിയത് പുണ്യം പോലെ റസൂലുള്ളാഹി ചൊല്ലാത്ത സമയത്ത് ഒരു എണ്ണം നിശ്ചയിച്ച് പ്രത്യേക പ്രാർത്ഥനകളും ദിക്റുകളും എണ്ണങ്ങളും ഒരാൾ ചൊല്ലി അതിന് പ്രത്യേക ഒരു സമയം നിശ്ചയിക്കുക, അതിന് വലിയ പുണ്യമുണ്ടെന്നും അത് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞത് ശറഈൽ ബിദ്അത്തായിട്ട് മതത്തിൽ പുതിയതായി ഉണ്ടാക്കാതാണ്. നിങ്ങൾ പ്രസംഗം കേൾക്കുന്നവരായിരിക്കും, ഖുതുബകള്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനമുള്ള മനുഷ്യന്മാർക്കുള്ള ഉപദേശം എല്ലാ ഖുതുബയിലും കൊടുക്കും. വശറൽ ഉമൂരി മുഹദസാത്തുഹാ, കാര്യങ്ങൾ വെച്ച് ഏറ്റവും ചീത്തയായത് പുതിയതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പുതിയതെന്ന് പറഞ്ഞാൽ ദീനിൽ, അള്ളാഹുവിന്റെ ദീനിൽ, മതത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിന് ശേഷം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിന്റെ അല്ലാത്ത പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക. വശറൽ ഉമൂരി വകുല്ല മുഹദസത്തിൻ ബിദ്അ, എല്ലാ പുതുനിർമായ കാര്യങ്ങളും അത് ബിദ്അത്താണ്, പുത്തനാചാരമാണ്. വകുല്ല ബിദ്അത്തിൻ വലാല, എല്ലാ പുത്തനാചാരങ്ങളും വലാലത്താണ്,
വല്ലാത്ത വഴികേടാണ്. കുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും ചെന്നെത്തുന്നത് ഇലന്നാർ, നരകത്തിലേക്കാണ് എന്നുള്ളതാണ്. അല്ലെ ഫിന്നാർ എല്ലാ വലാലത്ത് വഴികേടും നരകത്തിലാണ് ചെന്നെത്തിപ്പെടുക എന്നുള്ളതാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രസംഗത്തിലും ഉപദേശിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ ആളുകൾ, അള്ളാഹു പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാർഗം അവലംബിച്ച് അത് ജീവിതത്തിൽ പകർത്തി എത്രയോ ആയിരക്കണക്കിന് സുന്നത്തുകൾ, 10,000കണക്കിന് ദിക്റുകൾ റസൂൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പഠിപ്പിച്ച ദിക്റുകൾ നിങ്ങൾ ചൊല്ലി അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ നിങ്ങൾ ഇത്തിബാഅ് ചെയ്ത് പിന്തുടർന്ന് പ്രവാചകനിലെ നാളെ പരലോകത്ത് പ്രവാചകന്റെ ഹൗദുൽ കൗസർ, പ്രവാചകന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഹൗദുൽ കൗസർ, ആ പ്രവാചകനെ പിൻപറ്റിയവർക്ക് കിട്ടുന്ന ഹൗദുൽ കൗസർ, അത് കുടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലുള്ള എല്ലാവിധ ഷർറുകളിൽ നിന്നും എല്ലാവിധ മുസീബത്തുകളും ദീനിൽ പുതിയതായി നിർമ്മിക്കപ്പെടുന്ന ആളുകളുടെ ഷർറുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസ്സല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.